ഇവിടെ ഒരുത്തൻ അയാളുടെ മകളോട് ഞാൻ വലിയൊരു ബിൽഡിങ്ങിന്റെ ഓണർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകളും അച്ഛൻ വലിയൊരു പണക്കാരനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അയാൾ ആരും അറിയാതെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ഇയാൾ എപ്പോഴത്തെയും പോലെ പാർസൽ എടുത്തിട്ട് കസ്റ്റമറുടെ വീട്ടിലേക്ക് എത്തി. എന്നാൽ ഡോർ തുറന്നതും നോക്കിയാൽ അയാളുടെ മകളും ഫ്രണ്ട്സും സന്തോഷത്തോടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ ഈ വേഷത്തിൽ കണ്ട് അവളാകെ ഷോക്കായി. അതിലൊരു പയ്യൻ മാത്രം ഇത് അവളുടെ അച്ഛനാണെന്ന് കണ്ടുപിടിച്ചു. എന്നാൽ ബാക്കി ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ് കളിയാക്കണ്ട എന്ന് വിചാരിച്ചു. ഡെലിവറി ആളാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കി. എന്നാൽ ആ പെണ്ണു അവരെ പറ്റിയൊന്നും ചിന്തിക്കാതെ അച്ഛനെ കണ്ടതും നിങ്ങൾ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഉടനെ അവളുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ മോശമാക്കേണ്ട എന്ന് വിചാരിച്ച് നിന്നെ സർപ്രൈസ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു വേഷത്തിൽ എത്തിയതെന്ന് പറഞ്ഞു. രക്ഷപ്പെടാൻ നോക്കി. അത് മാത്രമല്ലാതെ ഇന്ന് സമ്പാദിച്ച ക്യാഷ് ഉള്ളെടുത്ത് മകളുടെ കയ്യിൽ കൊടുത്തു. പാർട്ടി എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞ് വലിയ പണക്കാരന്റെ പോലെ അവിടെ നിന്ന് പോവാൻ നോക്കി. എന്നാൽ അച്ഛൻ നുണ പറയാണെന്ന് അവൾ കണ്ടുപിടിച്ചു. മനസ്സ് വിഷമിക്കേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ എങ്ങനെയാണെങ്കിലും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എനിക്കിഷ്ടമാണ്, അത് ചിന്തിച്ച് നാണം വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു അച്ഛന് ധൈര്യം കൊടുത്തു. അയാളും പാർട്ടി കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ആക്ച്വലി ഇയാളുടെ ക്ലോസ് ഫ്രണ്ട് ഒരു ബിൽഡിംഗ് ഇയാളെ കൊണ്ട് വാങ്ങിപ്പിച്ചിരുന്നു. ഇനിയും കുറച്ച് ദിവസത്തിനുള്ളിൽ വാല്യൂ കൂടിയാൽ പഴയ ബിൽഡിംഗ് പൊളിച്ച് പുതിയ ബിൽഡിംഗ് അവൻ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വാങ്ങിപ്പിച്ചിരുന്നു. ഇയാളും സംസാരിക്കാൻ കഴിയാത്ത മകളുടെ ഭാവിക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ആ സ്ഥലം വാങ്ങിയിരുന്നത്. എന്നാൽ കുറെ വർഷമായിട്ട് ആ ബിൽഡിംഗ് പൊളിക്കാതെ കടം കൂടി അക്കൗണ്ട് വരെ മൈനസിൽ പോകാൻ തുടങ്ങി. സോ താൽക്കാലികമായി ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി കിട്ടുന്ന ജോലിയെല്ലാം ചെയ്യാൻ തുടങ്ങി. റോഡിൽ നോട്ടീസ് കൊടുക്കുന്നത് മുതൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലി അടക്കം എല്ലാം ചെയ്തു. അവസാനം ആരെ വിശ്വസിച്ചാണോ ഇത്രയും വലിയ കടം വാങ്ങിയതോ അവന് മാർക്കറ്റ് വിലയേക്കാളും കുറഞ്ഞ വിലക്ക് ഇവന്റെ ബിൽഡിംഗ് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി.